എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2023 നമുക്കറിയാം ഇന്ത്യയിൽ നടന്ന ഏകദിന വേൾഡ് കപ്പ് ഓസ്ട്രേലിയ പാറ്റ് കമിൻസ് എന്ന നായകൻ്റെ കീഴിൽ കപ്പെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ T20 വേൾഡ് കപ്പിലും ക്യാപ്റ്റൻസി വേറെയാണ്. മിച്ചൽ മാർഷാണ് ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ നയിക്കുന്നത്. അപ്പോൾ പല ക്രിക്കറ്റ് പണ്ഡിതന്മാരും പ്രവചിക്കുന്നത് ഓസ്ട്രേലിയ ഇത്തവണ കപ്പ് ഉയർത്തും എന്ന് തന്നെയാണ്. കാരണം അത്രയ്ക്ക് കരുത്തുറ്റ സംഘം തന്നെയാണ് ഓസീസ്, നമുക്കറിയാം. എന്നാൽ ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടം അവർ ജയിച്ച് കയറിയിട്ടുണ്ട്. ഒമാനെതിരെ ലീഗ് സീസണിലെ ആദ്യ മത്സരത്തിൽ 39 റൺസിൻ്റെ മികച്ച വിജയമായി ഓസ്ട്രേലിയ T20 വേൾഡ് കപ്പിൽ തങ്ങളുടെ വരവ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവരെ ഇപ്പോൾ തലവേദനയിലാക്കിയിട്ടുള്ളത് സൂപ്പർ താരത്തിൻ്റെ ഫോം ഔട്ടാണ്. പറഞ്ഞു വരുന്ന മറ്റാരെക്കുറിച്ചുമല്ല, ഓസ്ട്രേലിയയുടെ സ്റ്റാർ ഓൾറൗണ്ടറായിട്ടുള്ള ഗ്ലെൻ മാക്സ്വെൽ അവസാനം കളിച്ച 11 ഇന്നിങ്സുകളിൽ 4ാം തവണയാണ് അദ്ദേഹം ഗോൾഡൻ ഡക്കിന് പുറത്തായിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയയുടെ T20 വേൾഡ് കപ്പിൽ ആദ്യ പോരാട്ടം ഒമാനെ പോലൊരു ക്രിക്കറ്റിലെ കുഞ്ഞന്മാരായ ടീമിനെതിരെ അടക്കം അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ 4ാം തവണയാണ് ഗ്ലെൻ മാക്സ്വെൽ എന്ന സ്റ്റാർ ബാറ്റ്സ്മാൻ 0-ന് പുറത്താകുന്നത്. ഓസ്ട്രേലിയ 39 റൺസിന് വിജയിച്ച ഒമാനെതിരെ പോരാട്ടത്തിൽ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ IPL കൂടെ ഉള്ള ലാസ്റ്റ് കുറച്ച് റീസെൻറ്റ് 11 മത്സരങ്ങളുടെ റൺസ് ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ 4 തവണയാണ്, അതായത് ഇന്നത്തെ ആ ഒരു ഡക്ക് കൂടി 4 തവണയാണ് ഗ്ലെൻ മാക്സ്വെൽ 0-ന് പുറത്തായിട്ടുള്ളത്. IPL-ലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം T20 വേൾഡ് കപ്പിന് മുൻപ് അദ്ദേഹം കളിച്ച അവസാന T20 മത്സരം IPL എലിമിനേറ്റർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയായിരുന്നു. ആ മത്സരത്തിലും അദ്ദേഹം ഗോൾഡൻ ഡക്കിൻ്റെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പുറത്തായിട്ടുണ്ടായിരുന്നു. CSKക്കെതിരെ 5 പന്തിൽ 16, GTക്കെതിരെ 3 പന്തിൽ 4, മുംബൈ ഇന്ത്യൻസിനെതിരെ 4 പന്തിൽ നേരിട്ടപ്പോൾ 0-ന് പുറത്തായി. രാജസ്ഥാൻ റോയൽസിനെതിരെ തന്നെ ലീഗ് സ്റ്റേജിലെ പോരാട്ടത്തിൽ 3 പന്തുകൾ നേരിട്ടപ്പോൾ റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. LSKക്കെതിരെ വീണ്ടും 2 പന്ത് നേരിട്ടപ്പോൾ 0-ന് പുറത്തായി. KKRനെതിരെ 19 പന്തിൽ 28-നും പഞ്ചാബിനെതിരെ 5 പന്തിൽ നിന്ന് 3 റൺസാണ് നേടിയത്. ഒപ്പം CSKക്കെതിരെ 2 പന്തുകൾ നേരിട്ടപ്പോൾ 0-ന് പുറത്തായ താരം GTക്കെതിരെ ലീഗ് സ്റ്റേജിലെ ആദ്യ പോരാട്ടത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ ഗ്ലെൻ മാക്സ്വെലിനെ പോലൊരു താരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ഇതുവരെ അദ്ദേഹത്തിന് അവസാന മത്സരങ്ങളിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ ഒരുങ്ങി വന്നപ്പോൾ ഗ്ലെൻ മാക്സ്വെലിൻ്റെ ഫോം വളരെയധികം ചർച്ചയാവുകയാണ് ഈ ഒരു നിമിഷം. കാരണം മാക്സ്വെലിനെ പോലൊരു താരത്തിനെ പകരം വയ്ക്കാൻ നമുക്കറിയാം മറ്റൊരു താരം തന്നെ കാണില്ല നിലവിലുള്ള ക്രിക്കറ്റ്. സോ അത്രയും മികച്ച ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റൊക്കെ ഉള്ള ഗ്ലെൻ മാക്സ്വെൽ പക്ഷേ അവസാന മത്സരങ്ങളിൽ നിറമങ്ങിപ്പോകുന്നത് ഓസ്ട്രേലിയക്ക് അല്പം പ്രശ്നമാകും. ഒമാനെതിരെ ആദ്യ പോരാട്ടത്തിൽ പോലും ഗോൾഡൻ ഡക്ക് 0-നായിരുന്നു ഗ്ലെൻ മാക്സ്വെൽ പുറത്തായിട്ടുള്ളത്. സോ അവസാനം കളിച്ച 11 മത്സരങ്ങളിൽ വെറും 24 റൺസാണ്, 42 റൺസ് മാത്രമാണ് ഗ്ലെൻ മാക്സ്വെൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ. സോ മാക്സ്വെലിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ട് ഉടൻ തന്നെ തിരികെ എത്തിയില്ലെങ്കിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് കങ്കാരുപ്പടയെ സംബന്ധിച്ച് T20 വേൾഡ് കപ്പിലെ അല്പം പണി തന്നെയായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.